ഹലോ, നമ്മൾ പറയുന്നത് ബലേനോ കാറിൻ്റെ യൂസർ റിവ്യൂ ആണ്. ഈ വണ്ടി നമ്മൾ വാങ്ങുന്നത് 2023 ന്യൂ ജനറേഷൻ ബലേനോയിൽ സിഗ്മ വേരിയൻ്റാണ് നമ്മൾ വാങ്ങിയത്. ഈ വണ്ടി വാങ്ങിച്ചിട്ട് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. ഇതിൻ്റെ ഒരു ജെനുവിൻ റിവ്യൂ ആണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. കാരണം ഇനി ബലേനോ എടുക്കാൻ പോകുന്ന ഒരാളുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഓൺ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്, ചിലപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആയേക്കാം. സോ നമ്മൾ വീഡിയോയിലേക്ക് വരാം. ഫസ്റ്റ് ഓഫ് ഓൾ പറയാം, വണ്ടിയിൽ നമ്മൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഈ വണ്ടി സിഗ്മ വേരിയൻ്റ് ആണ്. സിഗ്മ വേരിയൻ്റ് എന്ന് പറയുകയാണെങ്കിൽ ബലേനോൻ്റെ ഏറ്റവും ബേസ് വേരിയൻ്റ് ആണ്. സിഗ്മ വേരിയൻ്റ് ഞാൻ എടുക്കാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ടത്തെ മോഡൽ സിഗ്മയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഈ കാണുന്ന പോലെ ഡ്യുവൽ, അതായത് RPM മീറ്ററും ടാക്കോമീറ്ററും സ്പീഡോമീറ്ററും വന്നിരുന്നില്ല സിഗ്മയിൽ. പക്ഷെ ഇപ്പോൾ കാണുന്ന വണ്ടികളിലൊക്കെ സിഗ്മയിലാണെങ്കിൽ ടാക്കോയും സ്പീഡോമീറ്ററും വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്കിങ് വിത്ത് റിമോട്ട് വരുന്നുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്. നോർമലി എല്ലാ വണ്ടിയിലുള്ള പോലെ തന്നെ ABS, EBD അങ്ങനെ എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ബേസ് വേരിയന്റിൽ തന്നെ ഇത് വരുന്നുണ്ടെന്നുള്ളതാണ് എന്നെ ഈ വണ്ടി എടുക്കാനായിട്ട് മെയിൻ കാരണം ഉണ്ടാക്കിയത്. കാരണം ഈ വണ്ടിക്ക് ഓൺ റോഡ് നമുക്ക് വന്ന വില 7,60,000 രൂപയാണ് അന്ന് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കുറച്ച് അഡീഷണൽ ആക്സസറീസ് ഒക്കെ കയറ്റിയിരുന്നത് ഷോറൂമിൽ നിന്ന്, ഫോഗ് ലാംപ്സ് ഒക്കെ ഷോറൂമിൽ നിന്ന് കയറ്റിയത്. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു 7,80,000 വണ്ടിക്ക് വില വന്നിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ വണ്ടി ഒരു 7,80 അല്ലെങ്കിൽ 7,50 നമ്മളൊരു സ്വിഫ്റ്റ് VXi എടുത്താൽ പോലും ഈ വണ്ടിയുടെ അത്ര സ്പേഷ്യസോ സൗകര്യങ്ങളോ നമുക്ക് കിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടും വാല്യൂ ഫോർ മണി എന്നാണ് നമുക്ക് ഈ വണ്ടീനെ പറയാം. അതാണ് നമുക്ക് ഇതിൽ തോന്നിയ മെയിൻ ഒരു ബെനിഫിറ്റ്. പിന്നെ അറൗണ്ട് 20 കിലോമീറ്റർ അടുത്ത മൈലേജ്. അത് ഞാനിപ്പോൾ ഈ ക്ലസ്റ്റർ കാണിച്ചു തരാം. ഈ ക്ലസ്റ്ററിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ മൈലേജ് വരുന്നത്. സൂം ചെയ്ത് കാണിക്കാം. 18.4. ലോക്കൽ റോഡിലാണ് വണ്ടി കൂടുതൽ ഓടുന്നത് കേട്ടോ. ഹൈവേയിൽ ഇപ്പോൾ പോയിട്ട് കുറച്ച് ദിവസമായി. നമ്മൾ ലോക്കൽ റോഡിൽ ഓടിയാൽ പോലും ഏകദേശം 18, 19 ആ റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. ഇപ്പോൾ ഇതിൽ കാണിക്കുന്നതിനും മേ ബി ഒരു 0.4 0.5 ഒക്കെ വ്യത്യാസമാണ് നമുക്ക് റിയൽ ലൈഫിൽ കാണിക്കുന്നുള്ളൂ. എന്നാലും മോസ്റ്റ്ലി ക്ലിയർ ആണ്. പിന്നെ അതിൻ്റെ മറ്റൊരു കാര്യം, 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്, 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിരുന്നു, പെട്രോളിൽ ടർബോ വരുമ്പോൾ എൻജിൻ ലൈഫിന് നല്ലതാണോ എന്ന് ചോദിച്ചത്. ആക്ച്വലി പെട്രോളിന് ടർബോ വരുമ്പോൾ എൻജിൻ പവർ കൂടും, പക്ഷേ എൻജിൻ ലൈഫ് കുറയാ ചെയ്യാം. അതിനൊരു എക്സാമ്പിൾ പറയാം. ഷെവർലെയുടെ ബീറ്റ് ഡീസൽ എന്ന വാഹനം ഓടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്കറിയാൻ പറ്റും. ഷെവർലെ ബീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പെർഫോമൻസ് തരുന്ന ഒരു 3 സിലിണ്ടർ കുട്ടി ഡീസൽ കാർ, അങ്ങനെ ഞാൻ പറയുള്ളൂ. പക്ഷേ റോക്കറ്റ് പോലെ പറയുന്ന ഒരു കുട്ടി ഡീസൽ കാർ, ചെറിയ റോട്ടിൽ കൂടെ ചിന്നിച്ചുകൊണ്ട് നമുക്ക് കയറാൻ പറ്റും. അങ്ങനത്തെ ഒരു വണ്ടി അതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ 70,000-80,000 കിലോമീറ്റർ നമുക്ക് ആ വണ്ടിക്ക് എഞ്ചിൻ പണി വരും. ഒരുവിധം എല്ലാ വണ്ടികൾക്കും വരുന്നുണ്ട്. അപ്പോൾ അത് ഒരു കോമൺ കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞപ്പോഴാണ് ആ വണ്ടി ഫ്ലോപ്പ് ആയത്. പക്ഷേ അതിൻ്റെ മെയിൻ റീസൺ, നമുക്ക് നമ്മുടെ വീഡിയോയിൽ തന്നെ നമ്മളൊരു ഷെവർലെയുടെ വണ്ടി പണിയുന്ന ഒരു വർക്ക്ഷോപ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ചേട്ടൻ പറഞ്ഞൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ വണ്ടിയുടെ ടർബോ അങ്ങോട്ട് പോകും. ഇത്രയും ചെറിയ വണ്ടിക്ക് ഇത്രയും വലിയൊരു ടർബോ കൊടുത്തിട്ട് ലോഡ് എടുപ്പിക്കുകയാണ്, നല്ലപോലെ എയർ സക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതുമ്പോൾ തന്നെ ടർബോ കുറച്ച് കളയുമ്പോൾ പോകും. ടർബോ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എഞ്ചിൻ പണി അങ്ങോട്ട് സഡൻലി അങ്ങോട്ട് വരണം. അപ്പോൾ ടർബോ പോകുമ്പോൾ തന്നെ നമുക്ക് വണ്ടിക്ക് പവർ ഇല്ലാതാവും. പിന്നെ ഗ്രാജുവലി അതിൻ്റെ എഞ്ചിൻ വർക്കും കൂടി വരികയാണ്. അപ്പോൾ ആ വണ്ടിക്ക് ഇത്ര ലോഡ് ആ വണ്ടിയെ കൊണ്ട് ഇടിപ്പിച്ച് നമുക്ക് ആ വണ്ടി ശരിക്കും യൂസ്ലെസ് ആയി പോവാണ് ഒരു 70,000-80,000 കിലോമീറ്റർ കഴിയുമ്പോൾ. അപ്പോൾ ഞാൻ എൻ്റെ സജഷനിലും പറയാന്നുണ്ടെങ്കിൽ, ഡീസൽ വണ്ടികൾക്ക് ടർബോ വേണം. വിത്തൗട്ട് ടർബോ നമുക്ക് ഒരു പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ പെട്രോൾ വണ്ടികൾക്ക്, നാച്ചുറൽ ആസ്പിറേറ്റഡ് വണ്ടികൾക്ക് അത്യാവശ്യം നല്ല പവർ ഉണ്ട്. ഒരു ടർബോ അഡീഷണൽ കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ എഞ്ചിനിൽ വലിയ പവർ ജനറേറ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ പവർ വെച്ച് ജനറേറ്റ് ചെയ്യുമ്പോൾ എഞ്ചിൻ കപ്പാസിറ്റി അത്രയും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാണ്. അത് എഞ്ചിൻ ലൈഫിനെ ബാധിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ടയോട്ട ഇന്നോവ 2.5 ലിറ്റർ വണ്ടിയാണ് ടയോട്ട ഇന്നോവ. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ 100 bhp പവർ മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഇത്രയും വലിയൊരു എഞ്ചിൻ വെച്ചിട്ട് ഇത്രയും ചെറിയൊരു പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ആ എഞ്ചിൻ എടുക്കാൻ പറ്റുന്ന ഒരു 30-40 എഫിഷ്യൻസി മാത്രമേ നമുക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ എഞ്ചിൻ ലൈഫ് അത്രയും കൂടുകയാണ്. കാരണം മൈലേജൊക്കെ കുറവാണ്, പക്ഷേ എഞ്ചിൻ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങേറ്റെത്തും. 10 ലക്ഷം കിലോമീറ്റർ വരെ ഓടിയ ടയോട്ട ഇന്നോവ വേണ്ടി ഈ റീസണിൽ നമ്മൾ ഒരു വീഡിയോയിൽ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ബലേനോയുടെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 സിലിണ്ടർ എഞ്ചിനാണ്, നാച്ചുറലി ആസ്പിറേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ വണ്ടിക്ക് വലിയ ഒരു രീതിയിലുള്ള പണികളൊന്നും ഇതുവരെ മാത്രമല്ല, എൻ്റെ അറിവിൽ ബലേന എടുത്തിട്ടുള്ള ആൾക്കാർക്ക് പ്രോപ്പർലി സർവീസ്ഡ് ആണെങ്കിൽ യാതൊരു പണിയും വന്നിട്ടില്ല. ബലേന ആണെങ്കിലും സ്വിഫ്റ്റ് ആണെങ്കിലും ഏത് വണ്ടിയാണെങ്കിലും നമുക്ക് അങ്ങനെ പണികൾ വരാറില്ല എന്നുള്ളതാണ്
മെയിൻ ഒരു കാര്യം. പിന്നെ നമ്മൾ പ്രോപ്പർലി സർവീസ് ചെയ്യണം. ഇനി വണ്ടി കംപ്ലയിൻസ് വന്നു കഴിഞ്ഞാൽ മാരുതിയുടെ പാർട്സുകൾക്ക് ഒരു ആവറേജ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ കുറവ് തന്നെയാണ്. ഷോറൂമിലാണെങ്കിലും ഉണ്ട്, അതല്ലാതെ ആഫ്റ്റർ മാർക്കറ്റ് കിട്ടാനുണ്ട്, പാർട്സുകൾ ഒരുപാട് കിട്ടാനുണ്ട്. പിന്നെ നമുക്ക് ഇനി ഇൻറ്റീരിയേഴ്സൊക്കെ കാണിച്ചു തരാം. ഈ വണ്ടി കണ്ടാവും, നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. എൻ്റെ ഏറ്റവും നല്ല അടിപൊളി സ്പേഷ്യസ് എന്ന് പറയുന്നത് എൻ്റെ സെക്കൻഡ് റോന് ലെഗ് സ്പേസ് ആണ്. സെക്കൻഡ് റോ സ്പേഷ്യസും ആണ്, 4 പേർക്ക് വേണമെങ്കിൽ ഇരിക്കാൻ പറ്റും. ഫ്രണ്ടിലാണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസ് ആണ്. നമുക്കത് ഡോർസൊക്കെ നല്ല വിസിബിലിറ്റി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മിറേഴ്സൊക്കെ കറക്റ്റ് പൊസിഷനാണ്. എല്ലാം കൊണ്ട് നമുക്ക് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല അടിപൊളി ഫീച്ചേഴ്സ് ഉള്ളൊരു വണ്ടിയാണ് ബലേനോ. ഒരു 15 ഇഞ്ച് ടയേഴ്സ് വരുന്നുണ്ട്. അലോയ്സ് ആണെങ്കിൽ 16 ഇഞ്ച് വരുന്നുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ഇപ്പം ഞാൻ ഈ കാണുന്ന എൻ്റെ ഈ വീട്ടിലെ റോഡിൽ ഈ റോഡൊക്കെ ആണെങ്കിലും വലിയ അടിയൊന്നും തട്ടാണ്ട് അങ്ങോട്ട് കയറി പൊക്കോളും. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യത്തിൽ വലിയ പേടികളൊന്നും വേണ്ടിക്കണ്ട. പിന്നെ ചിലവർ പറയുന്നുണ്ട് ബലംനോ, അതായത് 920 കിലോഗ്രാമുള്ള വണ്ടിയാണ്. അതിൻ്റേതായ സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ട്. സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടാവാം, കാരണം ഇവർ മാരുതിയുടെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ക്രംബിൾ സോണിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള ടെക്നോളജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി ഇടിച്ച് കഴിഞ്ഞാൽ വണ്ടി പടാവും. ചിലപ്പോൾ ആൾക്കൊന്നും പറ്റില്ല, പക്ഷെ വണ്ടി അത്യാവശ്യം പടാവുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇഷ്യൂ നിലനിൽക്കെ നമുക്ക് ഈ വണ്ടി അത്യാവശ്യം നല്ല മൈലേജ് തരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, വണ്ടി ഒരു 80-100 കടന്നാൽ ചെറിയൊരു പാളല്ല ഫീലിംഗ് എനിക്കും തോന്നിയിട്ടുണ്ട്. ഹൈവേയിലൊക്കെ കയറുമ്പോൾ ഇപ്പോൾ ഒരു പോളോ ഓടിക്കുന്ന ഒരു കോൺഫിഡൻസും നമുക്കൊരു 800 കടന്നാൽ ഈ വണ്ടി കിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടും നമ്മുടെ ഇവിടുത്തെ റോഡുകളിൽ നമുക്ക് ഇത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. എന്തുകൊണ്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് കംപ്ലയിൻസ് ഒക്കെ കുറവാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ വണ്ടി എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വണ്ടി റെക്കമെൻഡ് ചെയ്യാം. ഇതിൻ്റെ ബാക്കി മെക്കാനിക്കൽ റിവ്യൂസ് എല്ലാം നമ്മുടെ അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.